2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ നിയമവും വ്യവസായവും കയറും വകുപ്പ് മന്ത്രി പി രാജീവ് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നിയമവും വ്യവസായവും കയറും ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിയമവും വ്യവസായവും കയറും വകുപ്പ് മന്ത്രി പി രാജീവ് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനക്കയക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്തുണക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. സർ, ഇതൊരു ചെറിയ ബില്ലാണ്, ചർച്ചകൾക്ക് ശേഷം ബാക്കി. മുഹമ്മദ് മുഹസിൻ, അങ്ങേക്ക് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. നമുക്കെല്ലാവർക്കും അറിയാം. 1987 കയർ തൊഴിലാളി ക്ഷേമനിധി ആക്ട് വരികയും അതിനുശേഷം പിന്നീട് 98 പിന്നെ ക്ഷേമനിധി ഭേദഗതി ആക്ട് വന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കയർ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരികളിൽ നിന്ന് അംശാദായം പിരിക്കുന്നതിനുള്ള വ്യവസ്ഥിതി വരികയും അത് ഹൈക്കോടതി അസാധുവാക്കുകയും ചെയ്ത സമയത്ത് 2008 പിന്നീട് അതിനുശേഷം നമുക്ക് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വരുമാനം കുറയുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി കയർ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2008 ഈ ആക്ട് പാസ്സാക്കുന്നത്. കയർ തൊഴിലാളി ക്ഷേമ സെസ് ആക്ട് എന്ന് പറയുന്നത് ഇത് സെസ് അപ്പോൾ അത് കയർ മേഖലയിലെ വ്യാപാരികളുടെ ആകെ വിറ്റുവരവിൻ്റെ 1% കവിയാത്തത് ഈ സെസ്സായിട്ട് പിരിച്ചെടുക്കുക, അത് തൊഴിലാളികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആ വരുമാനം വർദ്ധിപ്പിക്കുന്നത് നേരിട്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ലഭ്യമാകുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നീട് ഇപ്പോൾ ഇതിൻ്റെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത് കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റം ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായി കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുന്നതിനും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിഴ ചുമത്തുന്നതിന് മുമ്പായിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുക, പിഴ കാലാനുസൃതമായി പരിഷ്കരിക്കുക, അതോടൊപ്പം തന്നെ കാര്യക്ഷമമാക്കുക ഈ കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഭേദഗതി അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ പരമ്പരാഗത തൊഴിലാളി സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ചരിത്രത്തിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കയർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ഷേമവും അവരുടെ ആ വ്യവസായവും. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു കാലത്ത് കേരളം കയറിൻ്റെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് കയർ എന്നാണ് വിളിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ നാടിൻ്റെ ചരിത്രപരമായിട്ട് ഈ മേഖലയിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്നതാണ്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭൂരിഭാഗം ആളുകളും സ്ത്രീകളാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ വരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഇത്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക സ്രോതസ് എന്നുള്ള നിലക്ക് കൂടി അവർക്ക് വരുമാനം ഉണ്ടാകുക എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ഈ മേഖല നിലനിൽക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. എന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കുറഞ്ഞ ശമ്പളം, അതോടൊപ്പം സ്ഥിരം തൊഴിലില്ലായ്മ, ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അനിയന്ത്രിതമായിട്ടുള്ള ഒരു കൃത്യമായ തൊഴിലവസരങ്ങളില്ലാത്തത് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കാനുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേമനിധി തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, 76,000-ലധികം വരുന്ന ആളുകൾക്ക് 1,600 രൂപ പെൻഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ അംഗത്തിനും മകൾക്ക് വിവാഹ സഹായത്തിനും ആയിട്ട് 2,000 രൂപ, പ്രസവാനുകൂല്യം 15,000 രൂപ, അവശത അനുഭവിക്കുന്നവർക്ക് 2,500 രൂപ,
അംഗത്തിന് അപകട മരണ നഷ്ടപരിഹാരമായിട്ട് 10,000, ഇങ്ങനെ തുടങ്ങിയിട്ട് ചികിത്സാ സഹായം, ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ധനസഹായം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള സഹായം, ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഈ ക്ഷേമനിധി ബോർഡ് വഴി തന്നെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം ഈ കൊയർ വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം അത് പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സാധ്യതകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിലേക്കും US-ലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ മേഖലയെ ബാധിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിനെ വളരെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് മുൻകൂട്ടി കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഈ മേഖലയെ അടിമുടി പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് തന്നെ 2002 ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഈ മേഖല പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രിയുടെ തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ തന്നെ അധ്യക്ഷതയിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും, ട്രേഡ് യൂണിയൻ അടക്കമുള്ള എല്ലാ ആളുകളെയും വിളിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ആ സമിതി റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് മാത്രമല്ല പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2024-25 തന്നെ 12 കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി USA, UK, ഓസ്ട്രേലിയ, പോളണ്ട്, ഇറ്റലി, ഫ്രാൻസ്, ബ്രസീൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കായിട്ട് ഈ കേരളത്തിൽ നിന്ന് കയർ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് കയറ്റുമതി ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മേഖല ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കയർ ഭൂവസ്ത്രം അത് ഒരു വളരെ പരിസ്ഥിതി സൗഹൃദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി കേരളത്തിലാകെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒഡീഷയിലേക്കടക്കം ഇത് കയറ്റുമതി ചെയ്യുകയും അവിടെ മൈനുകളുടെ ഭാഗമായിട്ട് ഭൂവസ്ത്രവിധാനം ചെയ്യുന്നതിനുള്ള പൈലറ്റ് പ്രോജക്റ്റ് തയ്യാറാക്കി. അതോടൊപ്പം തന്നെ ഒഡീഷയിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഇത് ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ കയർ മേഖലയിൽ നമ്മുടെ ഗവൺമെൻറ് ചെലവഴിച്ച തുക എന്ന് പറഞ്ഞാൽ 2011-15 കാലത്ത് തന്നെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 332 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നെങ്കിൽ 2016-20 കാലത്ത് 536 കോടി രൂപയും അതുപോലെ തന്നെ 2021-25 കാലത്ത് 388 കോടി രൂപയുമാണ് പ്ലാൻ ഫണ്ടിൽ ചെലവഴിച്ചിട്ടുള്ളത്. നോൺ പ്ലാൻ ഫണ്ടിലാണെന്നുണ്ടെങ്കിലും വലിയ തുക. ഇപ്പോൾ 2011-15 കാലത്ത് 531 കോടി രൂപയാണെങ്കിൽ 539 കോടി രൂപയാണെങ്കിൽ 2016-20 കാലത്ത് 894 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2021-25 461 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റു പല മേഖലകളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയെ ആകെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ പൂൾ ചെയ്തുകൊണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് കയർ ബോർഡ് ഉള്ളത്. ഈ കേന്ദ്ര ഗവൺമെൻറ് കയർ ബോർഡിൻ്റെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും പലപ്പോഴും മഹാരാഷ്ട്ര, ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോഴും കേരളത്തെ താരതമ്യേന പരിഗണിക്കാതിരിക്കുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ശ്രദ്ധയിലുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ലോകത്ത് ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ പ്രത്യേകം പരിഗണിക്കുകയും ഈ മേഖലയിൽ പ്രത്യേക സഹായം കേന്ദ്ര ഗവൺമെൻറ് കൂടി നൽകേണ്ടതുമാണ്. ഈ നിയമസഭയിൽ അത് ആവശ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മേഖലയിൽ ആകെ ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇപ്പോൾ ഭോപ്പാൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നാഷണൽ ഡിസൈൻ സ്കൂളുമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായിക്കൊണ്ട് പ്രോഡക്റ്റുകളാകെ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടന്നു. അതുപോലെ തന്നെ ബ്രാൻഡിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വാൾമാർട്ട് അടക്കമുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇ കോമേഴ്സിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് നമ്മുടെ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങളാണ്. സാമ്പത്തികമായിട്ട് ഈ വർഷം തന്നെ നടപ്പിലാക്കുന്ന കയർ റിവോൾവിംഗ് ഫണ്ട്, കയർ ഫൈബർ ബാങ്ക്, കയർ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി,
അതുപോലെ ചെറുകിട കയർ ഉൽപ്പാദകർക്ക് നെയ്ത്ത് തറികളുടെ അറ്റകുറ്റപ്പണികൾക്ക് തവണ സഹായം, ഗ്രാറ്റുവിറ്റി അടക്കമുള്ള, അതുപോലെ തന്നെ കയർ സംഘങ്ങളെ സഹായിക്കുന്നതിനുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ മേഖലയെ ആകെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ക്ഷേമനിധി കാലാനുസൃതമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി ഈ ഭേദഗതി ബില്ല് കൂടി വരികയും ഇപ്പോൾ നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുമൊക്കെ തന്നെ തീർച്ചയായിട്ടും കേരളത്തെ ലോകത്തിൻ്റെ കയർ ക്യാപിറ്റൽ ആയിക്കൊണ്ട് കേരളത്തെ വീണ്ടും അഭിമാനത്തോടു കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മാറും എന്നതിൽ സംശയമില്ല. ഈ മേഖലയെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ തൊഴിലാളികളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് അവരുടെ വേതനം വളരെ കുറവായിരുന്നു, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഫാക്ടറി തൊഴിലാളികളുടെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സംഘങ്ങൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അതിനൊക്കെ പ്രത്യേക സഹായം ഗവൺമെൻറ് ചെയ്തുകൊണ്ട് ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കയർ വ്യവസായം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന റോ മെറ്റീരിയലുകൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം നിർബന്ധമായും ലഭ്യമാക്കാൻ കയർ ബോർഡ് അടക്കമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നോട്ട് ഇൻ ദി സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, ബഹുമാനായ പട്ടാമ്പി അംഗം ശ്രീ മുഹമ്മദ് മുഹസിൻ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും പ്രതിപാദിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഈ ബില്ലിനകത്തുള്ളത്. എന്നാൽ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ അവൻ്റെ സെസ്സുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില പ്രവർത്തന ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഈ മേഖലയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പരമ്പരാഗത മേഖല ഒരു പൊതുവെ പ്രതിസന്ധിയെ നേരിടുന്നൊരു സാഹചര്യമുണ്ട്. അത് എങ്ങനെ മറികടക്കാം, അതാണ് ഇവിടെ സൂചിപ്പിച്ച ബഹുമാനായ അംഗം സൂചിപ്പിച്ച പദ്ധതികളിലൂടെ ഈ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. പരമ്പരാഗത മേഖല നിരന്തരം ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് മാത്രം നൽകി എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് നിർത്തുക എന്നതിനപ്പുറത്ത് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി എങ്ങനെ നവീകരിച്ച് ശക്തിപ്പെടുത്തി ആ മേഖലയിലെ തൊഴിലാളികൾക്ക് അഭിമാനകരമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. ഈ ലക്ഷ്യത്തോടെയാണ് ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. ആ സമിതിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെയർ കോർപ്പറേഷൻ തുടർച്ചയായി ലാഭമുണ്ടാക്കുന്ന സ്ഥാപനമായി മാറി. ഫോമാറ്റിക്സ്, കയർ കോർപ്പറേഷൻ, കൊയർ ഫെഡ്, മെഷീനറി കോർപ്പറേഷൻ, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, അപ്പെക്സ് കൗൺസിൽ, ഇങ്ങനെ കുറേയേറെ സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ കൊയർ കോർപ്പറേഷനും ഫോമാറ്റിക്സും ഒന്നാക്കി മാറ്റി ഭരണ ചെലവുകൾ കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ 23-ന് സെപ്റ്റംബർ 23 വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകളുടെ തുടർച്ചയുടെ ഭാഗമായി കൊയർ മേഖലയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺക്ലേവ് ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, സൊസൈറ്റി പ്രതിനിധികൾ, മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് തൊഴിലാളി സൊസൈറ്റി പ്രതിനിധികൾ, എക്സ്പോർട്ടേഴ്സിൻ്റെ പ്രതിനിധികൾ, വിദഗ്ധർ എല്ലാവരും അതിനകത്ത് പങ്കുചേരുന്നുണ്ട്. അവിടെ വച്ച് ആ ലയനം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അപ്പെക്സ് കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പെക്സ് കൗൺസിലും ഇപ്പോൾ അത്തരമൊരു സംവിധാനം ആവശ്യമില്ല, ഈ സംവിധാനം മതിയെന്ന് തീരുമാനിച്ച് ഭരണപരമായ ചെലവുകൾ പരമാവധി ചുരുക്കിയിട്ടുണ്ട്. റിസർച്ച് സെൻറ്റർ ഇതുകൂടാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെയർ മേഖലയിൽ വരുന്ന ഒരു പ്രശ്നം സാർ, ചകിരി കൃത്യമായി ലഭിക്കുന്നില്ല. ഇനി ചകിരി ലഭിച്ച് സംഘങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള പണം കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ചകിരിയുടെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം, അത് വിദഗ്ധ സമിതിയുടെ കൂടി റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ബാങ്ക് കോട്ടൺ ബോർഡ് ഉണ്ടാക്കിയത് നല്ല വിജയകരമായി. നമ്മുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ നഷ്ടം കുറയ്ക്കുന്നതിനും ചിലവ് ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിനും കോട്ടൺ ബോർഡിന് കഴിയും. കോട്ടൺ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോട്ടൺ വാങ്ങുമ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ച് വാങ്ങാൻ പണമൊക്കെ അനുവദിച്ച് വരുമ്പോഴേക്കും കോട്ടൻ്റെ വില വല്ലാതെ കൂടിയിട്ടുണ്ടാവും, സീസൺ മാറിയിട്ടുണ്ടാവും. അതിന് പകരം സീസണിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള പരുത്തി സംഭരിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഫണ്ട് ഉണ്ടാകണം. അവനാണ് കോട്ടൺ ബോർഡ് രൂപീകരിച്ചു. അങ്ങനെ കോട്ടൺ നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞു. ഇത് ഉൽപ്പാദന ചെലവിൽ കുറയ്ക്കുന്നതിന് സഹായകരമായി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കൊയർ ഫൈബർ ബാങ്ക് നമ്മളിപ്പോൾ രൂപീകരിക്കുകയാണ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള ഒരു ചകിരി എത്ര വേണം എന്ന് മനസ്സിലാക്കി 6 മാസം കൂടുമ്പോൾ അതിനാവശ്യം ടെൻഡർ വിളിക്കും. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെൻറ് 5 കോടി രൂപ ഭരണാനുമതി നൽകി. 1.25 കോടി ഇപ്പോൾ തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടെൻഡർ വിളിച്ച് സംഭരിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഈ ചകിരി പൂർണ്ണമായിട്ട് നമുക്ക് കൃത്യസമയത്ത് വില കൊടുത്ത് സംഭരിക്കാൻ കഴിയും.
അത് സംഭരിച്ച് സൊസൈറ്റികൾ കൊടുക്കാൻ കഴിഞ്ഞാൽ ഉൽപ്പാദന മേഖലയിൽ നല്ല മാറ്റമുണ്ടാകും. ഉൽപ്പാദന മേഖല വരുന്ന പ്രശ്നം ഈ ചകിരി സംഘങ്ങൾ കൊടുക്കുന്നു, സംഘങ്ങൾ പിന്നെ കയറാക്കി മാറ്റി അത് തിരിച്ച് കോയർഫെഡിന് കൊടുക്കും. കോയർഫെഡ് ഈ പണം അവരുടെ കയ്യിൽ കിട്ടി ഈ സൊസൈറ്റി കൊടുക്കുമ്പോഴേക്കും കുറേ സമയമെടുക്കും. ആ സമയമെടുക്കുമ്പോഴേക്കും പിന്നെ വർക്കില്ലാതാവും. കാരണം ഈ ഫണ്ട് അവർക്ക് അതിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വേറെ രീതിയിൽ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ തൊഴിലാളിക്ക് പണിയില്ലാതാകും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പുതുതായി ഗവൺമെൻറ് തീരുമാനിച്ചത് റിവോൾവിംഗ് ഫണ്ട് രൂപീകരിക്കുക. ആ റിവോൾവിംഗ് ഫണ്ടിൽ നിന്ന് നമ്മൾ ഈ കയർ കൊടുക്കുമ്പോൾ തന്നെ കോയർഫെഡിന് സംഘങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഈ ഫണ്ടിൽ നിന്ന് എടുക്കുക. ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുമ്പോൾ തിരിച്ച് ഇവരേക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യസമയത്ത് തന്നെ സംഘങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിൽ കയറ് പിരിക്കുന്നതിലേക്കും തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പുവരുത്താനും കഴിയും. ഈ 2 സ്കീം പുതുതായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ആ മേഖലയിൽ വളരെ സഹായകരമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്, വൈവിധ്യവൽക്കരണം ആവശ്യമാണ്. അതാണ് നമ്മൾ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് അവരുമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാവരും വിളിച്ചു. തൊഴിലാളികൾ, സൊസൈറ്റി പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, എക്സ്പോർട്ടേഴ്സ്, ഇവരെല്ലാം വിളിച്ചിട്ട് അതിൻ്റെ മോഡ്യൂൾ തയ്യാറാക്കി. ഏത് രൂപത്തിൽ അങ്ങനെ മോഡ്യൂൾ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളിക്ക് 600 രൂപ വെച്ച് ദിവസം നൽകി പരിശീലനം നൽകി, ബാച്ചായിട്ട്. ആ പരിശീലനം നൽകിയ ആളുകളെ വെച്ച് നമ്മൾ സ്റ്റാർട്ടപ്പ് രൂപീകരിച്ചു. അവർക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകി. അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ രൂപീകരിച്ചന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഓർഡർ നൽകി. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിൽ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇതുകൂടാതെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ് വാൾമാർട്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെ കോമേഴ്സിലൂടെ ഇപ്പോൾ നമ്മൾ കൊയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലുലുവിൽ കോർപ്പറേഷൻ്റെ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങുമ്പോൾ മോളിനകത്ത് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ സെയിലുണ്ടായി. ഇപ്പോൾ 60-65 ലക്ഷത്തോളം സെയിൽ 2-3 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചതാണ്, നമുക്ക് ഭൂവസ്ത്രത്തിൽ അതിൻ്റെ വിപണനത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കയർ പിരി തൊഴിലാളികളുടെ കൂലി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ കയർ നമ്മളിപ്പോൾ പിരിക്കുമ്പോൾ ഇവിടെ ഒരു തൊഴിലാളി പിരിക്കുമ്പോൾ മെഷീൻ ഉപയോഗിച്ച് ഒരു 30 കിലോ, 40 അല്ലെങ്കിൽ റണ്ണേജ് മാറുന്നതനുസരിച്ച് 50-60 കിലോ വരെ പരമാവധി പിരിക്കാൻ കഴിയുന്നുവെങ്കിൽ 150-200 കിലോ ആണ് തമിഴ്നാട്ടിൽ പിരിക്കുന്നത് പുതിയ മെഷീൻ വെച്ച്. അത് ക്ലസ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു പരീക്ഷണാർത്ഥം ഒരു ക്ലസ്റ്റർ സംവിധാനം അവിടെ ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു തൊഴിലാളിക്ക് 2 മെഷീൻ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏകദേശം 100 കിലോയോളം കയർ ഒരു ദിവസം പിരിക്കാൻ കഴിയും. അങ്ങനെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ തൊഴിലാളിക്ക് ലഭിക്കുന്ന വേതനത്തിനും ആനുപാതികമായ വർധനവുണ്ടാകും. ആ ക്ലസ്റ്റർ സംവിധാനം വ്യാപകമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ക്ലസ്റ്റർ സംവിധാനത്തിന് കീഴിൽ നമ്മുടെ സ്റ്റേറ്റ് വിഹിതമായി 35 ലക്ഷത്തോളം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്രം അനുവദിച്ച് വരികയാണെങ്കിൽ ഏകദേശം 100-ലധികം മെഷീനുകൾ ഒരേ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ പഴയ രീതിയിൽ നിന്ന് മാറി കേന്ദ്രീകൃതമായിട്ടുള്ള ക്ലസ്റ്റർ സംവിധാനത്തിലൂടെ ആലപ്പുഴയിൽ കുറേ കൂടി തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കയർ തൊഴിലാളികൾക്ക് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. 1000 ഗുണഭോക്താക്കൾ ഉൾപ്പെടുത്തി സർക്കാരാണ് പ്രീമിയം അടയ്ക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഇത് പുതിയ സ്കീമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പിന്നെ ചെറുകിട കയർ ഉൽപ്പാദകരുടെ തറിയൊക്കെ കേടായി വരുമ്പോൾ ആ കേടായ തറി നന്നാക്കി എടുത്ത് വീണ്ടും നെയ്ത്തിലേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഇവർക്ക് കഴിയാതെ വരുന്നുണ്ട്. അവർ പ്രത്യേകമായിട്ടുള്ള ഒരു സ്കീം നടപ്പിലാക്കി. അതിനാവശ്യമായ ഫണ്ട് 1,35,00,000 രൂപ ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 15,000 രൂപ ഈ ചിലവാകുന്നതിൻ്റെ 50% അല്ലെങ്കിൽ 15,000 രൂപ ഒരു തറിക്ക് നൽകും. ഇപ്പം തന്നെ 4.5 ലക്ഷം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു പ്രശ്നം വരുന്നത് ഈ പ്രതിസന്ധിയൊക്കെ മൂലം സൊസൈറ്റികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. ഗ്രാറ്റുവിറ്റി അവർ കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം കൊടുക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് ഗ്രാറ്റുവിറ്റി വിരമിച്ച് കഴിഞ്ഞാൽ ആ വിരമിച്ച തൊഴിലാളിയുടെ ഗ്രാറ്റുവിറ്റിയുടെ 50% അല്ലെങ്കിൽ പരമാവധി 1,00,000 രൂപ ഏതാണോ കുറവ് അത് നൽകാനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചു. അതിനുവേണ്ടി 2 കോടി രൂപ ഈ സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 9 പ്രൊജക്ട് ഓഫീസുകളിൽ നിന്ന് ശുപാർശ പ്രകാരം സംഘങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി കുടിശ്ശികയുടെ ഭാഗമായി 67,66,549 രൂപ അത് ഇപ്പോൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം പുതിയ പദ്ധതി ആ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി മനസ്സിലാക്കി ഗവൺമെൻറ് ചെയ്യുന്നതാണ്. പിന്നെ ക്ലസ്റ്റർ വികസന പരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതുകൂടാതെ പ്രവർത്തന മൂലധനം വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബുദ്ധിമുട്ട് നേരിടുന്ന സംഘങ്ങൾക്ക് 4,34,00,000 പ്രവർത്തന മൂലധനമായി അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സൊസൈറ്റികളുടെ ആവശ്യമായ മാനേജർ സബ്സിഡിയായി 1,09,00,000 വിതരണം ചെയ്തിട്ടുണ്ട്.
PMI 154 സംഘങ്ങൾക്ക് 3.25 കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ്, ഇവിടെ ബഹുമാനായ അങ്ങ് ചൂണ്ടിക്കാട്ടിയൊരു ഭാഗം വളരെ പ്രസക്തമാണ്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം ഈ മേഖലയോട് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടാണ്. അതൊന്ന് കൊയർ ബോർഡ് നേരത്തെ കേരളത്തിന് നല്ലൊരു സേ ഉണ്ടായിരുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന ഘട്ടത്തിൽ 6 വർഷം ആ കൊയർ ബോർഡിൻ്റെ അംഗമായി പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. അന്നെല്ലാം നമുക്ക് കേരളത്തിൻ്റെ ഗവൺമെൻറ് പ്രതിനിധികളുണ്ടാവും, കേരളത്തിനായിരിക്കും മിക്കവാറും ചെയർമാൻമാർ വരുന്നത്. നല്ല രീതിയിലുള്ള സഹായം കേരളത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കേരളത്തിന് ഒരു പരിഗണന കൊയർ ബോർഡിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നില്ല എന്ന് ബഹുമാനായ അംഗം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുകൂടാതെ MDAയുടെ ഒരു കേന്ദ്ര പദ്ധതിയാണ്, നമ്മുടെ ഷെയർ കൂടിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷെയർ ഇപ്പോൾ അനുവദിച്ചിട്ടും യൂണിയൻ ഗവൺമെൻറ് ഫണ്ട് നൽകാത്തത് കൊണ്ട് അത് വിതരണം ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പിന്നെ വൈദ്യുതി സബ്സിഡി ഗവൺമെൻറ് വിതരണം ചെയ്യുന്നുണ്ട്. ക്രയവിലത സ്ഥിരത ഫണ്ട് പദ്ധതി ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴി ഈ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ മെഷീനറി കോർപ്പറേഷൻ ആരംഭിച്ചിരുന്നു. പക്ഷേ വലിയ പരാതി ഉണ്ടായിരുന്നു, ഈ കൊടുത്ത മെഷീനുകൾക്ക് കൃത്യമായിട്ട് ഉൽപ്പാദനം വരുന്നില്ല, പ്രൊഡക്ടിവിറ്റി കുറവാണ്, ഇപ്പോൾ മെയിൻ്റനൻസിന് ആളുകൾ വരുന്നില്ല. ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്ത ആ മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്വം കൂടി ഗവൺമെൻറ് ഏറ്റെടുത്തു. അവർക്ക് ആവശ്യമായ 1 കോടി രൂപ അനുവദിച്ചു. അങ്ങനെ മെയിൻ്റനൻസ് നൽകി നമുക്ക് 140 റണ്ണേജുള്ള കയറാണെങ്കിൽ ഒരു 50 കിലോ വരെ ഒരു ദിവസം പിരിക്കാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് മാറ്റി. 160 റണ്ണേജ് എന്ന് പറഞ്ഞാൽ വൈക്കം കയറാണ്, ബഹുമാന്യ ആശാ മെമ്പറുടെ മേഖല വൈക്കം കയറാണെങ്കിൽ 160 റണ്ണേജ് ആണെങ്കിൽ ഒരു 50-65 കിലോ വരെ പിരിക്കാവുന്ന രൂപത്തിലേക്ക് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളിലൂടെ ആ മേഖലയെ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ബഹുമാന്യ അംഗം സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതി IIT നിന്നുള്ള മദ്രാസ് IIT ഡോക്ടർ ശങ്കർ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട്, അതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഈ കോൺക്ലേവ് മറ്റ് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. ഞങ്ങൾ വരുമ്പോൾ കൊയർ മേഖലയിൽ കുറേ സംഭരണം നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിപണനം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ കൊയർ ഫെഡിന് 24 വാടക ഗോഡൗണുകൾ ഉണ്ടായിരുന്നു. വാങ്ങിയ കയറുകൾ ഗോഡൗൺ നിറഞ്ഞാൽ അടുത്തൊരു ഗോഡൗൺ വാങ്ങിക്കും, കാരണം സംഭരിക്കാതിരിക്കാൻ പറ്റില്ല, ആളുകളുടെ സമ്മർദ്ദം വരും. അത് പറഞ്ഞാൽ അടുത്തൊരു ഗോഡൗൺ വാടകയ്ക്ക് എടുക്കും. അങ്ങനെ 24 ഗോഡൗണുകൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ 22 ഗോഡൗണുകളും നമുക്ക് വിറ്റഴിച്ച് ആ മേഖല ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. കെയർ കോർപ്പറേഷൻ്റെ 7 ഗോഡൗണുകളിലും ഉൽപ്പന്നം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. 5 ഗോഡൗണുകളുടെ ഉൽപ്പന്നവും നമുക്ക് വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കയറ്റുമതിയും നേരത്തെ ബഹുമാനായ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളിപ്പോൾ നോക്കുമ്പോൾ കൊയർ സെൻസസ് പ്രകാരം നോക്കുമ്പോൾ ഒരു 20,783 തൊഴിലാളികൾ ഈ മേഖലയിലുള്ളൂ. നമ്മൾ 4 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം എന്നൊക്കെ ആളുകൾ പ്രസംഗത്തിൽ പറയുന്നുണ്ടെങ്കിലും സെൻസസ് പ്രകാരം 20,783 തൊഴിലാളികളാണ് നിലവിലുള്ളത്. നമ്മൾ ആധാർ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇത് അതിനു മുമ്പ് 40,000-ഓളം പേരുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ആധാർ ലിങ്ക്ഡാക്കി മാറ്റി, തൊഴിലാളികളുടെ എല്ലാം തന്നെ മറ്റു രേഖകൾ വന്നു. അപ്പോൾ അത് 20,783 ഇതിൽ 14,061 പേരാണ് ഈ പിരിത്തൊഴിലാളികൾ. ഇൻകം സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആകെ 14,061 പേരാണ് കുറേ കാലങ്ങളെ കേരളത്തിലുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ ഉള്ളവരെ സംരക്ഷിക്കാനും പുതിയ തലമുറയെ എങ്ങനെ ആകർഷിക്കാനും കഴിയും, അതാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ വഴി, ക്ലസ്റ്റർ സംവിധാനം വഴി ശ്രമിക്കുന്നത്. ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഈ ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ. ക്ഷേമനിധി ബോർഡിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ 1,70,00,000-ഓളമാണ് തൊഴിലാളികൾക്ക് ഗവൺമെൻറ് നേരിട്ട് കൊടുക്കുന്ന ആനുകൂല്യങ്ങളല്ലാതെ മറ്റാനുകൂല്യങ്ങൾ ഇവിടെ ബഹുമാനായ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ കൂടി നമ്മൾ മെച്ചപ്പെടുത്തേണ്ട സ്വഭാവത്തിൽ ആനുകൂല്യങ്ങൾ തന്നെയാണുള്ളത്. ആനുകൂല്യങ്ങൾ പെൻഷനുണ്ട്, അതുപോലെ തന്നെ മെമ്പർ പെൻഷനുണ്ട്, കുടുംബ പെൻഷൻ, വിരമിക്കൽ ആനുകൂല്യം, വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, ചികിത്സാ ധനസഹായം, ശാരീരിക അവശതയ്ക്കുള്ള പ്രത്യേക സഹായം, അപകട മരണം, ശവസംസ്കാര ധനസഹായം, വിദ്യാഭ്യാസ സഹായം, കെയർ തൊഴിലാളി വൃദ്ധസദനം, ഇങ്ങനെയുള്ള സഹായ പദ്ധതികളെല്ലാം ഉണ്ട്. കുറച്ചുകൂടി അത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഇവിടെ ബഹുമാന്യ ചിത്രരഞ്ജനിൽ അവരുടെ ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ നാം കാണേണ്ടത് ഈ 1,78,00,000 രൂപ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ 4,10,00,000 രൂപയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പല ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യം എന്നുള്ളതിനേക്കാൾ 2-3 ഇരട്ടി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരുന്നത് കണക്കിലാക്കിക്കൊണ്ട് ആ ചെലവ് ചുരുക്കുന്നതിനാവശ്യമായ കർക്കശമായ സമീപനം സ്വീകരിക്കുകയുണ്ടായി. തൊഴിലാളികൾ ആവശ്യത്തിനുള്ള എംപ്ലോയീസ് മതി, തൊഴിലാളികൾക്ക് ആവശ്യത്തിനുള്ള ആനുപാതികമായ ഒരു സ്ട്രെങ്ത് തന്നെ ഇപ്പുറത്ത് മതി എന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. കുറേ കൂടി കർക്കശമായ ഒരു ഇടപെടൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. ഈ ക്ഷേമനിധിയുടെ സെസ് പിരിക്കുന്നതിൽ കോടതിയുടെ ഈ പ്രശ്നം നിലനിൽക്കുന്ന ഘട്ടത്തിൽ കമ്പനികളും തൊഴിലാളി സംഘടനകളുമായി ചേർന്ന്
ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ബില്ല് പാസ്സാക്കി തരണമെന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഉപക്ഷേപം പാസ്സാക്കി തരണമെന്ന് ഞാൻ ശ്രീ മുഹമ്മദ് മുഹസിൻ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. 2025 കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സെലക്ട് കമ്മിറ്റി 4ന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റി 4ന്റെ പരിഗണനയ്ക്ക് അയക്കുന്നു.